യഹോവ ഒരു ദോഷം വന്നിട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഞാൻ ഓർപ്പിച്ചില്ല, ഈ വാക്യങ്ങൾ എല്ലാവരും ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വീട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള വാക്യങ്ങൾ പറഞ്ഞ് നടക്കുകയും എടുക്കുകയും ചെയ്യണം. ഇപ്പൊ ഈ കോവിഡ് ആയതുകൊണ്ടാണ് ശുശ്രൂഷകൾക്ക് ആ നിലയിൽ പോകാതെ. അപ്പോൾ അവിടെ ഒരു ഭവനത്തിൽ പാർക്കുന്ന റോയിച്ചന്റെ വീട്ടില് പാർക്കുമ്പോൾ ആ ഭവനത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഒഴുക, ആരാധിച്ചു കഴിയുമ്പോൾ നല്ല ഒഴുക, കയ്യൊക്കെ അടിക്കുമ്പോൾ നമ്മളങ്ങ് തന്നെ അത് പറഞ്ഞെനിക്ക് ഫലിപ്പിക്കാൻ അറിയത്തില്ല, ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ആ വീട്ടിലും അന്തരീക്ഷം ഒരു പ്രത്യേകം. അതിന് കാരണം അവിടെ ഈ റോയിച്ചന്റെ വീട്ടിലെ സംസാരം അധികം ഇല്ല. അവര് തമ്മിൽ എന്തെങ്കിലും പിള്ളേര് അത്യാവശ്യം കാര്യം സംസാരിക്കും, മറ്റു സംസാരങ്ങളില്ല. ഈ കാസറ്റിലെ വേദപുസ്തകം ചൊല്ലിയിട്ടിരിക്കുക. അത് രാവിലെ മുതല് വൈകുന്നേരം വരെ വീട്ടിലങ്ങ് ന്യായമായ ശബ്ദത്തില്, അയലത്തുകാർക്ക് ഡിസ്റ്റർബ് അല്ല, ആ വീട്ടിനകത്ത് ഇങ്ങനെ വാക്യം മുഴങ്ങുക എപ്പോഴും. അപ്പൊ ഈ വാക്യം ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കും അധികം മറ്റു കാര്യം സംസാരിക്കാൻ തോന്നത്തുമില്ല. നമ്മളും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കും. ആ വീട്ടിലെ അന്തരീക്ഷം അതാ. അത് ഞാൻ അവിടെ നിന്നാ പഠിച്ചത്. അപ്പൊ നിങ്ങളുടെ വീടുകളിലും അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉള്ളത് വളരെ നല്ലതാണ്. ഇപ്പൊ CD ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അറിയാവുന്ന വാക്യങ്ങൾ അങ്ങ് പറഞ്ഞേക്കണം. അടുക്കള ജോലി ചെയ്യുമ്പോഴും ദിനചര്യയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴും വഴി നടക്കും, അങ്ങനെയൊക്കെ ആണല്ലോ തിരുവചനം ഓർപ്പിക്കുന്ന. വഴി നടക്കുമ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴും എല്ലാം വചനം ഇങ്ങനെ പറയണം. ഒരാളെ ഒരു വിഷയമായിട്ട് വരുമ്പോൾ അവരെക്കാളും വലിയ വിഷയം നമ്മൾ പറഞ്ഞ് അവരെയും കൂടെ തളർത്തി അവസാനം രണ്ടു കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിൽ വരും, നമ്മൾ ഇനി കൂട്ടായ്മയ്ക്ക് പോയിട്ടും വലിയ കാര്യം അതല്ല. ഒരാളൊരു ഭീകരമായ വിഷയമായിട്ട് വരുമ്പോൾ വചനം കൊണ്ട് അതിനെ നേരിട്ട് സ്തോത്രം, വചനം ഉരുവിടണം. ദൈവവചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. കഴിവിന്റെ പരമാവധി എന്റെ അടുക്കൽ ഓരോ വിഷയങ്ങളുമായിട്ട് വരുമ്പോൾ എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വചനം അങ്ങ് പറയും. അന്നേരം അത് അതിൽ അങ്ങ് പോവും. ഇന്നലെ യാത്ര ചെയ്തപ്പോൾ എവിടുന്നാന്നറിയാൻ മേല ഒരു സഹോദരി, ചിലര് പേര് പറയുകയല്ല, ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു. അത് ഈ റേഡിയോ ഓൺ ചെയ്തതുപോലെ നമുക്ക് ഒന്നും പറയാൻ അനുവാദമില്ല. ഞാൻ പിന്നെ അത് കേട്ടിരുന്നു. അപ്പോൾ ഇവര് എങ്ങാണ്ടെല്ലാം പ്രവാചകന്മാരൊക്കെ പോയെന്നോ അങ്ങനെ കുറെ വലാകളുണ്ടല്ലോ. അവിടെ വന്ദന, ഇവിടെ വന്ദന, അവിടെ കെട്ട, ഇവിടെ കെട്ട, അപ്പുറ കെട്ട, ഈ പറയുന്ന പുള്ളിക്ക് മുഴുവൻ കെട്ട. ചുമ്മാ ഇങ്ങനെ മെനക്കെട്ട് നടക്കുന്ന കേസുകളുണ്ട്. അവിടെ ഞാൻ ബന്ധന വഴിച്ചു, ഇവിടെ ചൊല്ലി കഴിച്ചു, താകടെടുത്തു, അവിടെ കൂടോത്രം വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വട്ട് പിടിച്ചതിനൊന്നും വീട്ടിൽ കയറ്റരുത്. സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു കേസിനോട് ഇടപെടുകയും ചെയ്യരുത്. അവിടെ അത് വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാർ ചെയ്തതാ, നിങ്ങൾ ഈ ഗതി പിടിക്കാതെ. പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഇഷ്ടമാണ്. അവരൊരു കാരണം നോക്കിയിരിക്കുക, ഭർത്താവിന്റെ വീട്ടുകാരെ അടിച്ചതിനകത്ത് കയറ്റ. അന്നേരം ഈ വട്ടം വന്ന് പറഞ്ഞത്. സ്തോത്രം. ഇങ്ങനെയുള്ള യാതൊരു കേസും ദൈവമക്കൾ എടുത്തേക്കരുത്. സ്തോത്രം. ദൈവവചനത്തിൽ അടിയുറച്ചു നിന്നോണം. ദൈവവചനത്തിനോ ബന്ധനമില്ലെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വചനം കൊണ്ട് നേരിട്ടോണം. യേശുവിന്റെ ഒക്കെ വിഷയമായിട്ട് പിശാച് വന്നപ്പോ വചനം കൊണ്ടല്ലേ എതിരിട്ടെ? വചനം പറഞ്ഞോണം. വചനത്താലും യേശുക്രിസ്തുവിന്റെ രക്തത്താലുമാണ് നമുക്ക് ജയം. ഒരു കുഞ്ഞാടിന്റെ രക്തം ഹേതുവാലും സാക്ഷ്യവചനമെന്ന ദൈവവചനത്താൽ നമുക്ക് ജയമാണ്. അപ്പൊ ഞാന് മിക്കപ്പോഴും ദൈവമക്കളോട് പറയും,
അങ്ങനെയുള്ള പ്രവാചകന്മാരെയും പ്രവാചികമാരെയും ഒക്കെ വീട്ടിൽ കയറ്റി ചള്ളും പൊട്ടുമെല്ലാം പറഞ്ഞ് ചള്ളും പൊട്ടുമെല്ലാം കേട്ട് അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് അപ്പറയുണ്ട് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞ് അപ്പുറം സഭയിലോട്ട് വരരുത്, വേറെ കേസ്. അങ്ങനെയുള്ള പ്രവാചകന്മാരെയും കൊണ്ട് അങ്ങോട്ട് വന്നിക്കുകയും ചെയ്യരുത്. ഞങ്ങളുടെ ഭാഷ ഒരു പ്രവാചകൻ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മെനക്കേട് കേസൊന്നും അങ്ങോട്ട് വന്നേക്കരുത്. ദൈവവചനം നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, പരിചയത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്നെങ്കിൽ അവരെ കൊണ്ടുവരണം. അവർക്ക് അവസരം കൊടുക്കും. അല്ലാതെ പുള്ളി അഴിക്കുന്ന ആളാ, കെട്ടുന്ന ആളാ, കൈവശം അടക്കുന്ന ഒക്കെ അതിലെ നേരെ ബസ് പിടിച്ച് വരലോട്ട് പൊക്കോണം. കൈവശം അടക്കുന്ന ആളാണ്, പുള്ളിയായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച ബന്ധനം അഴിക്കും. പുള്ളി ഒത്തിരി കേസ് അഴിച്ച ആളാ, അതൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അത് അഴിഞ്ഞോളും. അന്യഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ നിറയുമ്പോൾ അതൊക്കെ അഴിഞ്ഞു മാറിക്കോളും. എന്നാൽ ദൈവവചനം നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ കൊണ്ടുവരണം. പാസ്റ്ററെ, ഇദ്ദേഹം ദൈവവചനം നന്നായി ശുശ്രൂഷിക്കുന്ന ഒരു കർത്തൃദാസനാണ്. അപ്പം നല്ല ഉറപ്പുണ്ടെങ്കിൽ ആദ്യം ഒരു അരമണിക്കൂർ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള, അങ്ങനെയും കൂടെ ശ്രദ്ധിച്ചിരുന്നോണം. ഒരമണിക്കൂർ കൊടുക്കും. മെനക്കേടാന്ന് അരമണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ. നല്ലതുപോലെ ദൈവവചനം ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷിച്ചാൽ വീണ്ടും അവസരം കൊടുക്കുമ്പോൾ ഏറെ സമയം കൊടുക്കും. വചനം കിട്ടും. അല്ലാത്ത യാതൊരു കേസും നിങ്ങൾ എടുത്തേക്കരുത്. എടുത്ത് അവിടെ കൊണ്ടുവന്ന് പിന്നെ ഒരു മെനക്കേട് ആക്കി വെക്കരുത്. നമുക്ക് ദൈവവചനം ആവശ്യം. വചനത്തിൽ രസിക്കണം. ആട്ടെ, സമയം പോകുന്നല്ലോ. എനിക്ക് വയനാട്ടിലും പോകണം. നാളെയും പകലും വൈകിട്ട് ഇവിടെയും യോഗമുണ്ട്, ഞാൻ പോകുന്നിടത്തുമുണ്ട്. എല്ലാ യോഗങ്ങളും ദൈവം ഭംഗിയായിട്ട് നടത്തി തരട്ടെ. നമ്മൾ ആ ചിന്തിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അരണനായ പരാപരനേയൻ മാരണകാരി മകാസുരശീർഷം. കാരണനായ പരാപരനേയൻ മാരണകാരി മകാസുരശീർഷം. ധീരയുടെ ചുതകപതിനായി ധീരതയോടവനികിലവതരിച്ചോരു കാരുണ്യ പൂരാകടലേ. കരളലിയുഗദിന മനുകാരുണ്യ പൂരാകടലേ. കരളലിയുഗദിന മനുകാരുണ്യ പൂരാകടലേ. ആർക്കുമതീവ മനോഹരമാം നിൻ സ്വർഗയരൂശലേം മാളിക മുറിയിൽ. ആർക്കുമതീവ മനോഹരമാം നിൻ സ്വർഗയരൂശലേം മാളിക. ദീർഘയുഗം വസിച്ചാനന്ദ ബാഴ്വ വീഴ്ത്തിയാലും നിൻ കരുണയ്ക്കതു ബദലാമോ. കാരുണ്യ പൂരാകടലേ. കരളലിയുഗദിന മനുകാരുണ്യ പൂരാകടലേ. ജീവപറുദീസിനാനന്ദ കുയിലേ. ജീവ വസന്ത ഋതു ആരംഭിച്ചില്ലേ. ജീവപറുദീസിനാനന്ദ കുയിലേ. ജീവ വസന്ത ഋതു ആരംഭിച്ചില്ലേ. ജീവവൃക്ഷ കൊമ്പിൻ മീതിലിരുന്നു ജീവമൊഴി മധുരമായി പാടുക നീ ദിനവും. കാരുണ്യ പൂരാകടലേ. കരളലിയുഗദിന മനുകാരുണ്യ പൂരാകടലേ. കരളലിയുഗദിന മനുകാരുണ്യ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യെശയ്യാവ് 58:6 ഒന്നുകൂടെ വായിക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നാം ചിന്തിച്ചു വന്നത്
കെട്ടുകളെ അടിക്കുന്ന ദൈവം. അന്യായ ബന്ധനം കേട്ട്. അപ്പോൾ ചിന്തിച്ചു വന്നത് ചില കാര്യം കൂടെ കമ്പിവാചകം പോലെ ഓർപ്പിച്ച് കൃത്യസമയത്ത് യോഗം നടത്തും. കൂനിയായ സ്ത്രീ അവൾ ബന്ധിക്കപ്പെട്ടവളാണ്. അവളുടെ ബന്ധനത്തെ യേശു അഴിച്ചു. പാസ്റ്റർമാരാരുമല്ല ബന്ധനം അഴിക്കുന്നേ. ബന്ധനം അഴിക്കുന്ന പാസ്റ്റർ, അങ്ങനെ ഒരു പാസ്റ്റർ ഇല്ല. കെട്ടുപൊട്ടിക്കുന്ന പാസ്റ്റർ, അങ്ങനെ ഒരു പാസ്റ്റർ ഇല്ല. ഒരു പാസ്റ്റർക്കാരുടെയും കെട്ടുപൊട്ടിക്കാനും ഒക്കത്തില്ല. ഒരു പാസ്റ്റർക്കാരുടെ ബന്ധനം അഴിക്കാനും ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും പറയാ ബന്ധനം അഴിക്കുന്നയാളാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ദൈവം ചെയ്യുന്നതാണ്. സ്തോത്രം. കൂനിയായ സ്ത്രീയെ, അവളെ പറ്റി ചിന്തിച്ചത്, ഒന്ന്, ഇവള് രോഗാത്മാവിനാൽ പിടിക്കപ്പെട്ടതാണ്. രണ്ട്, ഓട്ട് നിവരാൻ കഴിയത്തില്ല. മൂന്ന്, നല്ല പാരമ്പര്യം പറയാനുണ്ട്. അബ്രഹാമിന്റെ മകളാണ്, കുറഞ്ഞ പാരമ്പര്യമല്ല. നാല്, സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുക. എന്നാൽ മറുവശം ഇവിടെ ബന്ധനത്തെ യേശു അഴിച്ചു. അഴിക്കാനുള്ളതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇവള് പള്ളിയിൽ വന്നെന്നുള്ളതാണ്. പള്ളിയിൽ, അതുകൊണ്ടല്ലേ യേശു പള്ളിയിൽ വന്നപ്പോ ഇവളെ കണ്ടത്. അപ്പൊ ഒന്ന്, പള്ളിയിൽ വന്നു, ദൈവാലയത്തിൽ വന്നു. ദൈവാലയത്തിൽ വരണം. ഇതാ ഞായറാഴ്ച സകല കേസും പിടിക്കുന്നത്. ഞായറാഴ്ച കല്യാണമല്ല, ഈ ഗുണം പിടിച്ച പെന്തിക്കോസുകാരെ ഞായറാഴ്ച ആരും വിളിക്കുകയല്ല. അവർക്കറിയാം ഇത്. ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്ത് പോകുന്നവരെ സൂക്ഷം അവര് വന്ന് വിളിക്കും. അമ്മാമ്മ റെഡി ആയിട്ട് നിൽക്കുക, ബാഗും തൂക്കിക്കൊണ്ട്. നിങ്ങൾ എന്നെ വിളിക്കാത്ത തന്നെ എപ്പോഴും അമ്മാമ്മ ബാഗ് ശരിയാക്കി വെച്ചിരിക്കുക. എപ്പോഴാ വിളി വരുന്നെന്ന്. ശരിയായ പെന്തിക്കോസുകാരെ ഞായറാഴ്ച വിളിക്കില്ല. അവര് അഥവാ വന്നാലും ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ വരികയല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം, എന്നാലും ശനിയാഴ്ച ഒന്ന് വരണേ, അല്ലെ സമയം കിട്ടുന്ന അനുസരിച്ച്. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അറിയാൻ മേല. എന്നാലും നിങ്ങൾ എന്നെ വിളിക്കാഞ്ഞത് ഇച്ചിര അത് ഞായറാഴ്ച. ഓ, ഞായറാഴ്ച എനിക്ക് അങ്ങനൊന്നുമില്ല. അവര് ഞാനില്ല, എനിക്ക് ശനിയാഴ്ച വിളിച്ചാൽ ഞായറാഴ്ച വിളിച്ചാൽ ഞാൻ റെഡിമേഡ് മുണ്ടൊക്കെ. നീ എങ്ങനെ ഗുണമാകും? സ്തോത്രം. എങ്ങനെ? ഞായറാഴ്ച ജോലി കഴിഞ്ഞ് വന്നപ്പം കയ്യാലെന്ന് താഴെ വീണ്. 3 ഞായറാഴ്ച പിന്നെ എങ്ങും പോകാൻ കണ്ടോ? ഗതികേട് കണ്ടോ? ആർക്കും ഒന്നും വരരുത്, അതിനായി പറയുന്നത്. അതെ, വിവരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കുക, വൈകിട്ട് വയനാട്ടിന് പോകുന്നത് തന്നെ നല്ലത്. നാളെ ഒരു വിടുതൽ നടക്കുന്ന ദിവസമാണ്, ഇങ്ങനെ പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിരുന്ന ഇങ്ങനെയൊക്കെ തന്നെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ചുമ്മാ ബഹളവും വെപ്രാളവും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യം നടക്കുകയല്ല. ഇവിടെ കടന്ന മൈക്ക് കൂടെ ആലറി അട്ടകസിച്ച് നാട്ടുകാരും ചരല് വാരി എറിഞ്ഞ് ബഹളത്തിലൊന്നും അല്ല കാര്യം. ഈ സംസാരിക്കുന്ന വചനം ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അന്നേരം കർത്താവ് പ്രവർത്തിക്കും. പൗലോസ് സംസാരിച്ച വചനങ്ങളിൽ ലുദിയ ശ്രദ്ധിച്ച് കേട്ടു. അന്നേരം കർത്താവ് ഇവിടെ ഹൃദയം, അതിന് ഓർഡർ കണ്ട. കർത്താവ് ഹൃദയം തുറന്നപ്പോൾ അവള് വീട് തുറന്നു. ഞാൻ വിശ്വസ്ത എന്ന ബോധ്യമാണ് ഞങ്ങളുടെ വീട്ടിൽ പാർക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ഓപ്പണിംഗ് ഉണ്ടാകാൻ കാര്യം, പൗലോസ് സംസാരിച്ചു, വചനം സംസാരിച്ചു. ചുമ്മാ ബഹളവും വെപ്രാളവും അല്ല. പൗലോസ് അവിടെ കടന്ന് ഇന്ന് രാത്രി ചില കെട്ടുകൾ അടിയുന്നതായിട്ട് കാണുന്നു. വലത്തെ കാല് പറപ്പിച്ച് കണ്ണിങ്ങനെ ഉരുട്ടിയാലുമല്ലോ. തയ്യക്കാരൻ നിൽക്കുമ്പോൾ നിൽക്കുക. തയ്യക്കാരൻ കണ്ടിട്ടില്ലേ? തയ്യക്കാരൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? തയ്യക്കാരൻ നിൽക്കുന്നത് ഇപ്പോഴല്ലേ മേശിയാൻ. പുള്ളി ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇങ്ങനെ ഇരിക്കുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് തയ്യക്കാരൻ നിൽക്കുന്ന പോലെ കാര്യമില്ല നടക്കുമോ? വചനം പറയണം.
പ്രസംഗ പാഠവും എല്ലാവർക്കും ഇല്ല. നീ വാക്യം അങ്ങ് പറ. മറവി ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചതങ്ങ് പറ. വചനം അങ്ങ് പറ. നമുക്ക് ശക്തി ഇല്ലെങ്കിലും വചനത്തിന് ശക്തിയുണ്ട്. നിനക്ക് ബലമില്ലെങ്കിലും അയക്കപ്പെടുന്ന വചനത്തിന് ബലമാണ്. അത് നിന്റെ സന്ധി മജ്ജകളെ വേറെ തുളച്ചു ചെല്ലും. നിന്റെ അസ്ഥിക്കകത്ത് ഈ വചനം കയറും. നേരെ ബ്ലോക്ക് ആണെങ്കിൽ വചനം കയറി ബ്ലോക്ക് മാറ്റി വന്ന് ഡോക്ടർ പറഞ്ഞു കാണും 3 ബ്ലോക്ക് ഉണ്ടെന്ന്. 3 ബ്ലോക്ക് കാൻസർ ഞാൻ പറഞ്ഞു കാണും 3 ബ്ലോക്ക്. വചനം പറയാ അവൻ 3 അല്ല 30 ബ്ലോക്ക് ഉണ്ടെങ്കിലും മാറ്റും. ഇത് ശക്തിയുള്ള വചനമാണ്. ഇത് അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, നിന്റെ നാമനിക്കകത്ത്, സിരകൾക്കകത്ത് അവൻ കയറി ഇറങ്ങുന്നത് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു കാണും ബ്ലഡ് ക്ലോട്ട് ആയെന്ന്. വചനം പറയാ ക്ലോട്ട് ചെയ്യാൻ മാറ്റുവന്ന്. സ്തോത്രം. ക്ലോട്ടാന്ന് പറഞ്ഞ് കട്ടിലടിയിലിരുന്നാലോ എന്നാ പറ്റും? ഡോക്ടർ പറഞ്ഞു കാണും ഞാൻ എതിരല്ല. അവര് സ്കാൻ ചെയ്തപ്പോ തെളിഞ്ഞു കാണും അതിന് ഞാൻ എതിരല്ല. പക്ഷേ ആ ക്ലോട്ടുള്ളടുത്ത് ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വരും. നിന്റെ ക്ലോട്ടും മാറും, കോട്ടോ മാറും. വചനത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ, കാൽവരി മലമുകൾ കൈകൾ വിരിച്ചവൻ, രക്ഷിക്കോ യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. രക്ഷിക്കോ യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. സ്തോത്രം. പേറയെ തകർക്കുന്ന ചുറ്റികയാണ്. അനങ്ങാപ്പാറയനൊക്കെ വചനം വന്ന് തകർക്കും. സ്തോത്രം. സ്തോത്രം. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് വചനത്തിന് പ്രാധാന്യം കൊടുത്തോ. അതെ. അപ്പോൾ യേശു ഇവളെ കണ്ടു. ഒന്ന് ഇവള് പള്ളിയിൽ വന്ന്, 2 യേശു കണ്ടു. എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ കർത്താവ് എല്ലാം കാണുന്നവനാ. സകലതും അവന് അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്ന്. എന്നാൽ ആ സന്ദർഭം വെച്ച് ഞാൻ പറയാ, യേശു ഇവളെ കണ്ടു എന്ന് പറഞ്ഞ ഇവളെ കാണത്തക്ക വണ്ണം ആ പള്ളിയിൽ ഇരിക്കുന്നത്. അല്ല പള്ളി വന്ന് പുറകെ പമ്മി ഇരിക്കുകയല്ല. കണ്ടം പൂച്ച വരും പോലെ പമ്മി വരുമ്പോഴേ പുറകെ കസേര ഉണ്ടോ എന്നാ നോക്കുന്നത്. ഇല്ലെങ്കിൽ ആ തൂണിന്റെ പുറകില് അടുക്ക് നമ്മുടെ അവിടെ 3 തൂണുണ്ടല്ലോ. നീ എങ്ങനെ ഗുണമാകും? സ്തോത്രം. വീട്ടു പ്രാർത്ഥനയ്ക്ക് വന്നാലും വെട്ടത്തിരിക്കുകയല്ല, പരിയമ്പുറത്തൂടെ നടക്കുക. വെളിയിലൊരു കസേര തരാ, വെളിയിൽ തരികയല്ല, അകത്തടയുണ്ടല്ലോ. സ്തോത്രം. ഇരിക്കാതെ വരുമ്പോൾ ഓർത്തോണം ആള് ക്ലിയർ അല്ല. അല്ല ക്ലിയർ അല്ല. അങ്ങനെയൊക്കെ ആൾക്കാരെ പിടികൂടുന്നത്. തൂണിന് ക്രേത്തദ്വീപിന്റെ മറപറ്റി ഓടിയെന്ന. നീ എന്തിനാ മറപറ്റി ഓടുന്നേ? നമ്മൾ സ്റ്റേ ചെയ്ത് നിൽക്കുമ്പോൾ അവർ അങ്ങോട്ട് സാറ്റ് കളിക്കാന്ന ഭയത്തിന്. സ്തോത്രം. ഈ കൂടുതൽ പമ്മുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം ആള് ക്ലിയർ അല്ല. സ്തോത്രം. അപ്പൊ യേശു ഇവളെ കണ്ടു. കാണത്തക്ക വണ്ണം ആ പള്ളിയിൽ ഇരുന്നത്. ഈ ഞങ്ങള് ശിവ പാസ്റ്റർ, ഞാനും മറ്റു കർത്തദാസന്മാരൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അധികം പോകാത്തത്. വിളിച്ചാൽ പോവും. ആര് വിളിച്ചാലും പോവും. സ്തോത്രം.
അപ്പൊ ഉപവാസപ്രാർത്ഥനയ്ക്കുമ്പം ഈ ശുശ്രൂഷ വിവിധ നിലകളിലാണല്ലോ ചെയ്യുന്നത്. പ്രവചനാത്മാവി നിറഞ്ഞും ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പ്രവചന ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ എനിക്കറിയാം. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവാചക ശുശ്രൂഷിക്കുന്ന ആൾക്കാര് സഭയിലൊക്കെ വന്ന് ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രവചിക്കുമ്പോൾ ഞാൻ ചെല്ലിങ്ങനെ അങ്ങ് തലയങ്ങ് കാണിക്കുന്നു. അവർക്ക് കേൾക്കാൻ അപ്പൊ ചിലപ്പോ തൊടുകയല്ല അവര്, അപ്പുറത്തോട്ട്. അന്നേരം അവർക്ക് സങ്കടത്തോടെ, ഞാൻ കുറ്റമല്ലേ പറഞ്ഞത്. എന്നാ ചിലരുണ്ട് പ്രവാചകന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് യോഗത്തിന് വരികയല്ല. കാരണം ഇവൻ സകല കുരുക്കും ചെയ്താച്ചാ വെട്ടത്തിരിക്കുകയല്ല. പണ്ടൊക്കെ റാന്തൽ വിളക്കും മണ്ണെണ്ണ വിളക്കും, അപ്പൊ ഇരുട്ടത്തെ പോയിരിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഇരുന്നവനെ ദൈവം പിടികൂട്ടിയിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പൊ ഈ സ്ത്രീയുടെ ഇവക്ക് ബന്ധനം അടിയാൻ കാര്യം, ഒന്ന്, പള്ളി വന്നു. രണ്ട്, യേശു കാണത്തക്ക വണ്ണമായി ഇവള് പള്ളി ഇരുന്നത്. എന്റെ അഭിപ്രായം പറയാം, ബന്ധനമാന്നേലും ഈ വൈതരണിയൊക്കെ ഉണ്ടെങ്കിലും യേശു കാണത്തക്ക വണ്ണം വന്നിരുന്നത്. അപ്പൊ യോഗ്യമായിട്ടായിരിക്കും ഇരുന്നത്. ഇരിപ്പും വസ്ത്രധാരണമൊക്കെ യോഗ്യമായിരിക്കാൻ സാധ്യത. അല്ലെ പിന്നെ പള്ളി കാണത്തക്ക വണ്ണം ഇരിക്കുകയല്ല. ചെല്ലി പമ്മുന്നതിന്റെ കാര്യം എന്നാന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു. സ്തോത്രം. പമ്മുന്നതിന്റെ കാര്യം. നാളെ ഒരു സഹോദരി, നമ്മൾ ഈ ദൈവദാസന്മാര് ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയല്ലല്ലോ. അപ്പൊ ഈ സഹോദരി വന്നപ്പം മുതൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. ഷാള് ഉണ്ടല്ലോ, ഒരു സഹോദരി ഇരിക്കും. അപ്പം യോഗമെല്ലാം കഴിഞ്ഞപ്പം വേറൊരാള് എൻ്റെ അവിടുത്തെ സ്ഥിരമുള്ള ആളാ. അവള് പറഞ്ഞു അതെന്നെ അങ്ങനെ നിന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു എന്നെ വല്ല വയ്യാഴിയാണോ എന്തിനും പറയാ? അല്ലല്ല, നഖത്തെ അല്ല ഇതെല്ലാം അടിച്ചാച്ചാ വന്നിരുന്നത്. കണ്ടോ പമ്പന്ന് കണ്ടോ? കവാലം മാസ്റ്റർ ഇന്ന് വരുന്നെന്ന് പുള്ളിക്കാരി അറിഞ്ഞുമില്ല. മാസ്റ്റർ വന്നേ പിന്നെ എന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ എന്നാ നിന്റെ കൈ വെട്ടുവോ? തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈ വെട്ടിയ പോലെ എന്നെയല്ല പേടിക്കണ്ടേ. ഇവിടെ ഇരിക്കുന്ന ആരെയും പേടിക്കണ്ട. നീ ദൈവത്തെ ഭയപ്പെടു. ദൈവത്തെ അല്ലേ ഭയപ്പെടണ്ടേ? ഞാനാണോ ന്യായം വിധിക്കുന്നേ? സ്തോത്രം. എന്നെ നിങ്ങളെ ന്യായം വിധിക്കുന്നവൻ അവിടുന്നല്ലേ. അതെ, ഇവളെ എല്ലാവരും കാണത്തക്ക വണ്ണം പള്ളിയില് ഇരുന്നു. മൂന്നാമത്തെ ഇവിടെ ഒരു വിശേഷത, യേശു വിളിച്ചുടനെ യേശുവിന്റെ അടുക്ക ചെന്നു. 12-ാം വാക്യം വായിച്ചേ. യേശു കണ്ട് അടുക്ക വിളിച്ചു. അപ്പൊ യേശു വിളിച്ചുടനെ ഇവളെ യേശുവിന്റെ അടുക്കൽ ചെന്നു. അല്ലെ ഞാൻ ഭർത്താവിനോട് ചോദിക്കട്ടെ, അപ്പനോട് ചോദിക്കട്ടെ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരാനും നോക്കത്തില്ല. ഞാൻ പിള്ളേരോട് ചോദിക്കട്ടെ. എന്നെ കെട്ടിയവനുണ്ട് മിന്നിപ്പോഴും. യേശുവിനെ എനിക്ക് ഇഷ്ടമൊക്കെ, എന്നാലും പുള്ളിയോടൊന്ന് ചോദിക്കട്ടെ. അല്ലെ ഞങ്ങളുടെ കുടുംബക്കാരോട് ചോദിച്ചു, കുടുംബക്കാരോടൊന്ന് ചോദിക്കട്ടെ പോണോ പോണ്ടേ വന്ന്. എവിടെ യേശു വിളിച്ച ഒരുത്തനോടും ചോദിക്കണ്ട, ഒരു ജഡരക്തത്തോടും ആലോചന ചോദിക്കണ്ട. നേരെ യേശുവിനെടുക്കവാ, നിന്റെ ബന്ധനം വഴിയും. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. Not turning back, not turning back, not turning back, not turning
അവൾ യേശുവിന്റെ അടുക്കൽ ചെന്നു. അതാ ബന്ധന വഴിയാൻ കാര്യം. അല്ല, കരിമ്പിൽ മത്തായിയുടെ അടുക്കലല്ല പോയത്. യേശു വിളിച്ചോടനെ കരിമ്പിൽ മത്തായിയുടെ കഞ്ഞിക്കുടി തോമ, കരിമ്പിൽ മത്തായി, പുല്ലാട് ബാബു, പാപ്പനും അപ്പനും. പാപ്പന്റെ അടുക്കലും അപ്പന്റെ അടുക്കലും അപ്പാപ്പന്റെ അടുക്കലും അല്ല പോകണ്ട, നീ യേശുവിന്റെ അടുക്കവാ. അന്തോണീസിന്റെ അടുക്കലും പോകണ്ട, ഈ വർഗീസിന്റെ മുന്നിലും പോകരുത്, ഒരു വർഗീസിന്റെ മുന്നിലും നീ പോകരുത്, വേളാങ്കണ്ണി തള്ളയുടെ അടുക്കലും പോകരുത്, മണർകാട് തള്ളയുടെ അടുക്കലും നീ പോകണ്ട. നീ വരേണ്ടത് യേശുവിന്റെ അടുക്കലാണ്. യേശുവാ നിന്നെ വിടിവിക്കുന്നത്. വിടിവെപ്പാൻ കഴിവുള്ളവൻ യേശുവാ. ഒരു മധ്യസ്ഥനും നിന്നെ രക്ഷിക്കത്തില്ല, ഒരു പുണ്യവാളനും നിന്നെ രക്ഷിക്കത്തില്ല, ഒരു ഇടനിലക്കാരൻ നിന്നെ രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ കഴിവുള്ളവൻ, വിടുവിപ്പാൻ കഴിവുള്ളവൻ, ബന്ധനം അടിക്കാൻ കഴിവുള്ളവൻ നാസറേയനാകുന്ന യേശു. Praise the Lord. അവൾ യേശുവിന്റെ അടുക്ക വന്നു. യേശുവോടു ചേർന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. യേശു വിളിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അടുക്ക വരണം. ആടെ ഓടിച്ചു നിർത്താം. അവൾ യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ 12-ാം വാക്യം, യേശു കൈവച്ചു. ദൂരെ നിന്നാളൊന്നും കൈവെട്ടുകയല്ല. അവിടുത്തെ അദൃശ്യകരമാ. എന്നിരുന്നാലും നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരണമെങ്കിൽ അവിടുത്തെ അടുക്കൽ ചെന്ന് നിൽക്കണം. അവിടുന്ന് ശിരസി കൈവെക്കും. സ്തോത്രം. ശിരസി കൈവച്ച് കർത്താവ് അവിടെ ബന്ധനത്തെ അഴിച്ചു. 16-ാമത്തെ വാക്യത്തിൽ ബന്ധനം അടിഞ്ഞെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം കർത്താവ് ബന്ധനം അഴിച്ചു. ശബത്ത് നാളിൽ യേശു ഈ കൂണിയായ സ്ത്രീയുടെ ബന്ധനം അടിച്ചു. അവിടുന്ന് ബന്ധനം അടിക്കുന്ന ദൈവമാണ്. അന്യായ ബന്ധനങ്ങളെ അടിക്കുക യേശു അടിച്ചു തരും. അവളോട് ബന്ധപ്പെട്ട് ഒറ്റ കാര്യം പറഞ്ഞ ആ ഭാഗം വിടാം. ഈ ബന്ധനം അടിഞ്ഞപ്പോൾ അവിടെ വിശേഷത, അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. 13-ാം വാക്യം വായിച്ചേ. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ഇതിനകത്തെ ആത്മീയ പാഠം, ഇവള് പള്ളിയിലായിരിക്കുന്ന 18 വർഷമായിട്ട് ബന്ധിക്കപ്പെട്ട് പാരമ്പര്യം ഉണ്ടെങ്കിലും ഇവൾ ഇന്ന് വരെ നേരും ചൊവ്വനും ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണം ഇവളെ പിശാചി ബന്ധിച്ചു വെച്ചിരിക്കുക. നീ എന്നാ നേരിനും ചൊവ്വനും കൈയടിക്കാത്ത? ഇന്ന് വരെ നീ ചൊവ്വുള്ളൊരു സ്വോത്രം, ചൊവ്വുള്ള സ്വോത്രം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നേരെ ചൊവ്വനും കൈയടിച്ചിട്ടില്ല, വൃത്തിയായിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാരും ആത്മാലാമ നീ ദിക്കുമ്പൊക്കെ നോക്കല്ലേ? അല്ല നീ ഇറങ്ങിപ്പോവും, അല്ല നീ ഉടനെ മൊബൈലുമായിട്ട് മിറ്റത്ത്, അന്നേരം തന്നെ നിനക്ക് കോള് വരിക. ഈ നമ്മുടെ യോഗം ലൈവ് പോകുന്നോണ്ട് ഓരോരുത്തർ എന്നോട് വിളിച്ച് പല കാര്യം വന്നോണ്ട് ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല. തന്നെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് എടുത്ത് നോക്കണേ എങ്ങനെ യോഗത്തിന് ഇരിക്കുന്നെന്ന്. നിങ്ങൾ എല്ലാവരും ഞാൻ സഹിതം ഈ വെളിരാജ്യത്തുള്ളവർ വലിയ TV-യിലാണ് ഇത് കാണുന്നത്. നിന്റെ പിരിയത്തിന്റെ പീല് വെട്ടുന്നത് അവരറിയും, എടുത്ത് കാണിക്കും. എന്നാലും അവിടെ നിന്ന് ഗോഷ്ടിയും ഗോകറിയും കാണിക്കുക. നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലെ TV ചെറുതാണെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു ദിവസത്തേക്ക് ഒന്ന് മെനക്കെടണം. ഏതെങ്കിലും വലിയ TV ഉള്ളൊരു വീട്ടിൽ പോവോ ഇട്ടൊന്ന് നോക്കണം. സഭായത്തിന് എങ്ങനെയാ നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നെന്ന്. അന്നേരം കോക്കാമ്പിച്ചെല്ലാം കാണാം. സ്തോത്രം. അവിടെ ഇരുന്ന്
ചേഷ്ടകളെല്ലാം എല്ലാരും, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം പാസ്റ്റർ എന്തിനാ ഞങ്ങളുടെ പേര് അങ്ങനെ പൊതുവിൽ പറയുന്നില്ല, വേണ്ട, തന്നെ താനങ്ങ് നോക്കിക്കും. അപ്പം ദൈവം അനുവദിച്ച് അനുഗ്രഹിച്ച് കണ്ണിന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. സ്തോത്രം. ഇവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ബന്ധനം അടിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടും. ബന്ധനം അടിക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒക്കൂ. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം. 2, കെട്ടുകൾ അടിക്കുന്ന യോസേപ്പിനെ ബന്ധിച്ച ബന്ധനം അടിച്ചു. നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 21 വായിച്ചു. അപ്പൊ ഈ ഭാഗം പഠിച്ചാൽ യോസേപ്പിനെ ബന്ധിച്ചു. പക്ഷെ ആ ബന്ധനത്തെ ദൈവം അഴിച്ചു. അത് ഞാൻ പിന്നീട് എനിക്ക് പറയാൻ സമയമായതുകൊണ്ട് ദൈവത്തിന് മകത്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.